എല്ലാ ഭക്തജനങ്ങൾക്കും കതിരവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. വാട്സപ്പ് മുഖാന്തരം നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പറഞ്ഞായിരിക്കും. ഓൺലൈൻ വഴി കബഡി വെച്ച് കാര്യത്തിൽ കിടക്കുക. ഈ 30-35 വയസ്സായിട്ട് ഇതുവരെ വിവാഹം നടക്കാത്തവർക്ക്, ശരിക്കും പറഞ്ഞാൽ കൂടുതൽ വിവാഹപരമായി ബന്ധപ്പെട്ട് ഒത്തിരി പോസ്റ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ 100% ഏകദേശം 40 ഇല്ലെങ്കിൽ 50% ആൾക്കാരുടെ കാര്യങ്ങൾ നടന്നുണ്ട്. ചില ആൾക്കാർ വിളിച്ചു പറയാറുണ്ട്. എന്നാൽ ഒത്തിരി ആൾക്കാരുടെ ഞാൻ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ വീണ്ടും നടക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യമേ അവരോടൊക്കെ പറയേണ്ടത്, നമ്മൾ പൊതുവേ നമുക്ക് വിവാഹപരമായി ബന്ധപ്പെട്ട് നവഗ്രഹ അർച്ചന തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അല്ലാതെ വേറെ പൂജകൾ ചെയ്ത് വെറുതെ പൈസ കളയണ്ട. നവഗ്രഹർച്ചന വിവാഹം മാത്രമല്ല, നമ്മുടെ ജാതകത്തിലെ ഭാഗ്യങ്ങൾ വർദ്ധിക്കും. തടസ്സപരമായി നിൽക്കുന്ന 9 ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിൽ വരുമ്പോൾ നമ്മുടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തും. അതേപോലെ തന്നെ നവഗ്രഹ അർച്ചന ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് പരദേവതാ പ്രീതികൾ, അതായത് വിവാഹ തടസ്സം നമുക്ക് പെട്ടെന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഗണപതി ക്ഷേത്രത്തിൽ പോയി ഈ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ അങ്ങാടിക്കടകളിലൊക്കെ ഇല്ലെങ്കിൽ പൂക്കടയിലൊക്കെ ഗണപതി നാരങ്ങ എന്ന് പറഞ്ഞൊരു നാരങ്ങ കിട്ടും. ഈ ഗണപതി നാരങ്ങ വിവാഹ തടസ്സം നേരിടുന്ന ഭക്തജനങ്ങളുടെ മക്കൾ സ്വന്തമായി തലക്കൊഴിഞ്ഞ് ഗണപതി ക്ഷേത്രത്തിൽ കൊണ്ടുവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിവാഹപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടും. ഗണപതി ഭഗവാൻ ഏക പ്രിയപ്പെട്ട ഒരു ഇതാണ് ഗണപതി നാരങ്ങ. സാധാരണ നാരങ്ങയെക്കാട്ടി നല്ലൊരു വലുതായിരിക്കും. കറിനാരങ്ങയല്ല, ഗണപതി നാരങ്ങ എന്ന് പറഞ്ഞ് മേടിക്കണം. അപ്പോൾ ഇത് നമ്മുടെ അങ്ങാടിക്കടകളിലും അതുപോലെ പച്ചമരുന്നുകളിലൊക്കെ ഈ ഗണപതി നാരങ്ങ കിട്ടും. അപ്പോൾ ഭഗവാൻ ഏറെ ഇഷ്ടമാണ്. ഭഗവാന്റെ ദിവസം നമ്മൾ സങ്കല്പിക്കുന്ന ബുധനാഴ്ച ദിവസമാണ്. ബുധനാഴ്ച ദിവസം ഒരു 3 തവണ തലക്കൊഴിഞ്ഞ് വിവാഹപരമായ തടസ്സം മാറണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ വെക്കുക. ഒപ്പം തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എപ്പോഴും പറയാറ് പോലുള്ള തന്നെ നവഗ്രഹ അർച്ചനയും ചെയ്യുക. അപ്പോൾ ഗണപതി നാരങ്ങ കൊടുക്കുന്നതിൻ്റെ പ്രധാനപരമായ ഉദ്ദേശം നമുക്ക് ചില ആലോചനകൾ പഠിക്കൽ വരെ എത്തും. അതായത് നമ്മൾ ജസ്റ്റ് പെണ്ണൊക്കെ കാണാൻ പോകും, പക്ഷെ അത് ഉറച്ചു കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കേതു, അതായത് ഗണപതി എന്ന് പറയുമ്പോഴത്തേക്ക് കേതുപരമായ ഭഗവാന്റെ അനുഗ്രഹം കൂടെ കൂടുതൽ പ്രീതി കിട്ടുന്നതാണ്. കേതുദോഷ പരിഹാരത്തിന് നമ്മൾ ഗണപതി ഭഗവാനെ ആരാധന നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജാതകത്തിൽ കേതുപരമായ വിഘ്നങ്ങളായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ, അതായത് കേതുവിൻ്റെ തടസ്സം കൂടുതൽ മാറിക്കിട്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിവാഹ കാര്യങ്ങൾ നടത്തി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഗണപതി ഭഗവാനെ ഈ ഗണപതി നാരങ്ങ സമർപ്പിക്കുന്നത്. ഇത് ജോലിക്ക് പോകുന്ന ഭക്തജനങ്ങൾ ഈ പറയുന്ന ഗണപതി നാരങ്ങ കാര്യങ്ങളൊക്കെ ഞായറാഴ്ച ദിവസം സമർപ്പിച്ചെന്ന് വെച്ചിട്ട് യാതൊരു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു നാരങ്ങ സമർപ്പിക്കേണ്ട അച്ഛനമ്മമാർ മക്കൾ ഇവിടെ ദൂരത്തൊക്കെ പഠിക്കാൻ പോയില്ലെങ്കിൽ അവർ ദൂരത്തൊക്കെ ജോലിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ അച്ഛനമ്മമാർ രണ്ടുപേരും കൂടെ 2 കൈകളിൽ പിടിച്ച് മകൻ്റെ വിവാഹം ഇല്ലെങ്കിൽ മകളുടെ വിവാഹം നടക്കണമെന്ന് പ്രാർത്ഥിച്ച് ഭഗവാനെ വെക്കാം. അപ്പോൾ തലക്കുഴിയേണ്ട ആവശ്യമില്ല, അവരെ സങ്കല്പിച്ച് വെച്ചാൽ മതി. പിന്നെ അവർ വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് വേണ്ടി ഈ ഒരു കാര്യം ചെയ്ത് നടക്കി വെക്കാനാണ്. അപ്പോൾ ഗണപതി നാരങ്ങ വെക്കുന്നതിലൂടെ വിവാഹപരമായി ബന്ധപ്പെട്ട എല്ലാ വിഘ്നങ്ങളും തടസ്സങ്ങളും നമുക്ക് തീർച്ചയായിട്ടും മാറിക്കിട്ടും. കൂടുതൽ നിങ്ങളുടെ വിവാഹം നടക്കുന്നില്ലെങ്കിൽ വിവാഹപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക. ഗ്രഹനില പരിശോധിച്ച ശേഷം വിവാഹപരമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നോക്കി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്.